+2 പഠിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ കല്യാണം ആ സമയത്ത്. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ മൊത്തം ഉണ്ട്. അന്ന് ആ പ്രശ്നമില്ല. അവരുടെ നിർബന്ധം ആങ്ങളമാരിൽ ആരെങ്കിലും കൊണ്ടത് കെട്ടിക്കും. മനസ്സ് നോക്കി ആ മുഖം നോക്കി ഇഷ്ടമല്ല. ഞാൻ തന്നെ എന്നെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുലുങ്ങില്ല. ആന്റി അത് മാത്രമേ പേടിയുള്ളൂ. മുല്ലപ്പെരിയാർ എനിക്ക് ഭയങ്കര പേടി. അതാണ് ഞങ്ങൾ പാലക്കാട് പോയി ഡാഡി ഇന്റർവ്യൂ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടത്. ഞാൻ എപ്പോഴും മീൻകറി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നേ. അപ്പൊ രാജു വെച്ച് ഇതാ മീൻകറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മമ്മി വന്നപ്പോ രാജന് മീൻകറി വെച്ച് കൊടുത്തു. അപ്പൊ രാജു അയ്യോ ഇതായിരുന്നു മീൻകറി. ഇങ്ങനെ നോക്കുന്നു. പ്രൊഡ്യൂസർ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നേരിടേണ്ടി വന്നല്ലെന്ന് ചോദിക്കുന്ന വരുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരുന്നു? മെയിൽ ഈഗോ മാനേജ് ചെയ്യാന്നുള്ളതാ ഏറ്റവും പാട്. നേരത്തെ ഞങ്ങൾ പല പ്രാവശ്യം വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഓർക്കുമ്പോ രക്ഷപ്പെട്ടല്ലോ, പല ആക്സിഡന്റ് നടക്കുന്നു. അതൊക്കെ മതിയോ? അത് മതിയോ? അത് മതിയോ? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇനിയിപ്പോ ഒരു സെഗ്മെന്റ് റെഡി അല്ലേ? ഓക്കെ, ഈസി ആണേ. ഓക്കെ, ഈസി എന്ന് ചോദിക്കരുത്, വളരെ ഈസിയാണ് പ്ലീസ്. ഇത്രയും കൂട്ടത്തില് വാട്ട് എവർ ഹാപ്പൻസ്, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കുലുങ്ങില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആരാ? ആന്റി. ആണല്ലേ? ഞാൻ കുലുങ്ങിയല്ല. അത് മാത്രമേ പേടിയുള്ളൂ. മുല്ലപ്പെരിയാർ എനിക്ക് ഭയങ്കര പേടി. അതാണ് ഞങ്ങൾ പാലക്കാട് പോയി താമസിച്ചത്. ആ സമയത്ത് മുല്ലപ്പെരിയാർ പേടിച്ചാണ് പാലക്കാട് പോയി താമസിക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാ, സീനാണ്. അതുകൊണ്ട് അല്ല, അത് ഞാൻ പണ്ട് പപ്പയുടെ വീട്ടിലോട്ട് പോണെങ്കില് വള്ളത്തെ പോണായിരുന്നു. വള്ളത്തേൽ കയറി അപ്പുറത്തിറങ്ങണം. വള്ളത്തേലോട്ട് അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റില്ല. പിന്നെ മമ്മി ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് മമ്മി പറയും അനങ്ങി കഴിഞ്ഞാൽ തള്ളി ഞാൻ വെള്ളത്തിലിടും പറയും മമ്മി. അല്ലേ? ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ എന്റെ കല്യാണത്തിനേ അന്ന് ഇവരുടെ വീട്ടിലേക്ക് വേറെ ഇതില്ല, ബോട്ടാ പോണ്ടേ. ഞങ്ങളുടെ ചങ്ങനാശ്ശേരിന്ന് ബോട്ട്. ആ ബോട്ടിന്റെ ഡ്രൈവർ ഇല്ല. അപ്പൊ ഞാൻ +2 പഠിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ കല്യാണം ആ സമയത്ത്. അപ്പൊ എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേർ മൊത്തം ഉണ്ട്. അന്ന് ആ പ്രശ്നമില്ല. അപ്പൊ ആ ബോട്ടിലെ ഡ്രൈവർ ഇല്ലേ, അതിനകത്തിരുന്ന് ഓരോരോ ആക്ഷൻ കാണിച്ചിട്ട് ഈ ബോട്ട് ഇങ്ങനെ എല്ലാരും കൂടെ കിടന്ന് കരയാൻ തുടങ്ങി. അന്ന് പേടിച്ചതാ ഞാന്. എല്ലാരും കിടന്ന് ആ ബോട്ടിലെ ഡ്രൈവറിന്റെ ഓരോ കാണിക്കുന്ന കാണുന്നു. മമ്മിക്ക് വെള്ളം പേടിയാണ്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര എന്ത് പറഞ്ഞാലും മമ്മി ഇങ്ങനെ. ഇപ്പൊ ഞാനിപ്പം എന്നോട് അവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇങ്ങനെ ചെയ്ത് അതിനെന്താ പോയി പണിയൊക്കെ പറഞ്ഞുള്ള രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. സ്വിമ്മിംഗ് പൂൾ കാണാൻ പോലും പ്രശ്നമാണ്. തള്ളിക്കൊണ്ട് ഈ സാധനമായിരിക്കും, അതൊന്നുമില്ല. ഞാൻ ആ റിങ്ങിനകത്ത് വേണേ ഇവിടെ 3 മണിക്ക് എന്നെ തള്ളിക്കൊണ്ട് പൂളിലിറക്കും. ഞാനൊരു 7 മണി വരെ ആ പൂളിൽ കിടക്കും. ആ റിങ്ങിനകത്ത് കിടന്ന് അതിനകത്ത് മാത്രമേ നീ ഒന്ന് പഠിച്ചിട്ട് കയറി വരുന്ന പറഞ്ഞ് എന്നെ വിടുന്നത്. ഞാൻ അതിൽ കിടന്ന് പല കുസ്തികളും കാണിച്ചതിൽ കിടക്കും. നേരത്തെ നീന്തൽ പഠിച്ചാൽ മതിയായിരുന്നു. എന്നെ പഠിപ്പിക്കാൻ നോക്കി ഒരു പ്രാവശ്യം. ഇങ്ങനെ ഞാൻ പിടിച്ചതാണ്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് വലിയ തോടുണ്ടായിരുന്നു, പുതുപ്പള്ളിയിൽ വെച്ചിട്ട്. അപ്പൊ അതിൽ എന്നെ പഠിപ്പിക്കാൻ നോക്കി ഒരിക്കലും. ഞാൻ പുള്ളിയെ പിടിച്ചതാക്കാൻ നോക്കി. ദൈവമേ, എങ്ങനെ രക്ഷപ്പെട്ടു? നാശുവായിട്ടിരിക്കുന്ന ഞാൻ ആ സമയത്തൊന്നും മമ്മിക്ക് സൈസ് ഉണ്ടല്ലോ പപ്പയെക്കാളും. ആ സമയം ഞാൻ വണ്ണം വെച്ചിട്ട് അധികം കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ കല്യാണം കഴിഞ്ഞു, പുള്ളിക്കാരത്തി വളർന്നു, ഞാൻ താന്നു.
അതാ പറ്റിപ്പോയി. അത് സത്യമായിട്ടാ. ഞങ്ങളുടെ കല്യാണ സമയത്ത് ഞങ്ങൾ രണ്ടുപേർക്കും ഒപ്പം പോകുമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കൊരു 20-21 വയസ്സായപ്പോഴത്തേക്ക് അങ്ങ് നീളം വെച്ചു. നീളം വെച്ചു പോയി. വേറെ ആരോടും പറയണ്ട. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മമ്മിയുടെയാണ് അല്ല, എന്ത് വന്നാലും കുലുങ്ങില്ല. 4 സിസ്റ്റർ മാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അതില് ഒരാള് ഞങ്ങളുമായിട്ട് നല്ലതായിട്ട് കണക്ഷൻ ഉള്ള, അത് വെച്ചിട്ടാണ് കല്യാണം. എന്റെ അമ്മയായിട്ട് നല്ല കണക്ഷനാണ്. അപ്പം ആ പെങ്ങൾ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഒരു ദിവസം പുള്ളി വന്നപ്പോ കൊണ്ടുവന്ന് ഒപ്പം നിർത്തി നോക്കിയതാ. അങ്ങനെ 2 പ്രാവശ്യം ഒപ്പം നിർത്തി നോക്കിയിട്ടുണ്ട്. ഹൈറ്റിന്റെ ഒപ്പം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ അവരുടെ നിർബന്ധം എന്റെ ആങ്ങളമാരിൽ ആരെങ്കിലും കൊണ്ടത് കെട്ടിക്കും. മനസ്സ് നോക്കി, ആ മുഖം നോക്കി. ഇഷ്ടമല്ല. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ കാര്യത്തിലേക്ക് വരും. ഇന്റർവ്യൂ ഉണ്ട്. കാലിഫോർണിയ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ രണ്ടുപേരിൽ ആർക്കായിരിക്കും? നിങ്ങൾ രണ്ടുപേരിൽ എന്ത് വന്നാലും കുലുങ്ങില്ല എന്നുള്ളത് നിങ്ങൾ രണ്ടുപേരിൽ കമ്പാരബിൾ ആരായിരിക്കും? നിങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അല്ലല്ല, ഇവര് രണ്ടുപേരും അത് രണ്ട് ആണോ? രണ്ടും ഒരുപോലെയാ ആണല്ലേ? മനസ്സിലായില്ല. എന്തൊക്കെ സംഭവിച്ചാലും നോ ഇഷ്യൂ, സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ആള്. അങ്ങനെ ഐ മീൻ ഞങ്ങള് കൂടുതൽ പറഞ്ഞു കൊടുക്കും പുള്ളിക്കാരൻ. ഇങ്ങനെ വന്നാൽ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ വരും, അറിയാം, സോൾവ് ചെയ്യാൻ അറിയാം. അല്ല, സ്ട്രോങ് ആണ്. സാന്ദ്രയുടെ കാര്യത്തിലും പലതും രാജാണ് അയച്ച് എഴുതി കൊടുക്കും, ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അത് പറഞ്ഞില്ലല്ലോ, അതാണ് പറയേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നത് രാജിനെ വിളിച്ചിട്ടാണ് സാൻഡ്ര വിളിച്ചിട്ട് കോൾ അല്ലേ? അപ്പൊ അത് അപ്പൊ തന്നെ അതിന്റെ സൊല്യൂഷൻ കിട്ടും. രാജിന്റെ ജോലി അത് തന്നെയാണ്, അഡ്വൈസ്. കമ്പനീസിന് അഡ്വൈസ് അല്ലേ? പിന്നെ സിഇഒ അല്ലേ? പിന്നെ അപ്പൊ പിന്നെ കലക്കി. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് കാലിഫോർണിയ വരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫുഡിന്റെ കാര്യത്തില് കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? രാജിന് നല്ല കൈപ്പുണ്യാണ്. രാജ എന്തുണ്ടാക്കിയാലും അടിപൊളിയാ. ആണല്ലേ? നല്ല ബിരിയാണി അല്ലേ? കോവിഡില് യൂട്യൂബ് നോക്കി പിന്നെ നമ്മള് വീക്കെൻഡിൽ ഡീസ്ട്രെസ് ചെയ്യാനായിട്ട് അടിപൊളി കുക്ക് ചെയ്യും. അടിപൊളി സാൻഡ്വിച്ച് ഉണ്ടാക്കും. ബിരിയാണിയാണ്, ഷ്രിംപ് ബിരിയാണി എനിക്ക് ഭയങ്കര ബിരിയാണിയാണ് ഫേവറേറ്റ്. അതായത് മാസ്റ്റർ ഓഫ് ഓൾ കട്ട്സ്. ബിരിയാണി ഉണ്ടാകും. സാന്ദ്രയ്ക്ക് വേറെ ഒന്നും ഉണ്ടാക്കില്ല, ബിരിയാണി സ്പെഷ്യലാ. അത് ഇച്ചിരി സ്വല്പം ഗ്രേവി ഒക്കെ ആയിട്ടുള്ള ഗ്രേവി വല്ലപ്പോഴും ഒന്ന് ഒരെണ്ണം ഉണ്ടാക്കത്തുള്ളൂ. സത്യം പറഞ്ഞ ഇവർ രണ്ടും ഒരു നാളാ, അതുകൊണ്ട് ആ നാളിന്റെ ആ ഒരു അങ്ങനെ ഉണ്ടാക്കത്തില്ല. ഉണ്ടാക്കിയാൽ അടിപൊളിയാ, ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്. എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നത് അടിപൊളിയായിരിക്കും അല്ലേ? നീ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നീ പറഞ്ഞു ഡാഡി ഇന്റർവ്യൂ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടത്. ഒരു പരുവത്തിലാക്കിയത് അല്ലേ? ഇത് കഴിഞ്ഞപ്പോ ഒരു കാര്യം ചെയ്യാം. പറഞ്ഞോട് സ്നേഹം. അല്ല, ചേച്ചി നല്ല ബിരിയാണി ഉണ്ടാക്കും. വെരി ഗുഡ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യം ഇന്റർവ്യൂവിന് ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുക്കിംഗ് ഷോ ചെയ്യണം. അല്ല, വേറെ ഭയങ്കര കോമഡി ഉണ്ട്. ആദ്യം ഇവര് കല്യാണം കഴിഞ്ഞ് US പോയ സമയത്ത് ഇവക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവള് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞ രീതി അതല്ല, ഞാനപ്പം ഇവിടെ സിനിമ ബാക്ക് ടു ബാക്ക് സിനിമകള് 3-4 കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ആകെ ടയർഡായിട്ട് എന്നാ പോയി റെസ്റ്റ് എടുക്കാന്ന് വെച്ച് ഞാൻ US ഇവളുടെ അടുത്ത് പോവാ. അവളുടെ അടുത്ത് പോയി നിന്ന് കുറച്ച് ദിവസം റെസ്റ്റ്. അപ്പൊ രാവിലെ തന്നെ ഇവള് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഞാൻ TV ഒക്കെ വെച്ച് കൊറിയൻ ഡ്രാമയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. രാവിലെ തന്നെ ഇവളുടെ വക ബ്രേക്ക്ഫാസ്റ്റ്.
ബ്രേക്ക്ഫാസ്റ്റ് മറ്റേ സീരിയലായിരുന്നു. പോട്ടെ സാരമില്ല, സീരിയൽ പാലിനകത്തിട്ട് തന്നാ മതിയല്ലോ, അത് കഴിച്ചു. വലുതായിട്ട് ഉണ്ടാക്കേണ്ട പരിപാടി ഇല്ല. ഞാൻ ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുക. ഉച്ചയായപ്പം അടുത്ത സാധനം വന്നു. അടുത്ത സാധനം മീൻകറിയായിരുന്നു. മീൻ വറുത്തായിരുന്നു. മീനിലുണ്ടാക്കിയ എന്തോ ഒരു സാധനം അത് കരിഞ്ഞു പോയി. ഭയങ്കര വൃത്തിയായിട്ട് കൊണ്ടാക്കാനേ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അന്നപ്പം ഞാൻ ഓർത്തു എന്നാ പിന്നെ ഞാൻ ഉണ്ടാക്കാം. അപ്പൊ നോക്കിയപ്പോ എന്താ, രാജന് കേരളത്തിലെ ഒരു ഫുഡും അറിയത്തില്ല, എന്ത് കൊടുത്താലും ലക്ഷറിയാ. അതാണ്, അയ്യോ അതാണ് ഞാൻ മീൻകറി ഞാൻ എപ്പോഴും മീൻകറി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നേ. അപ്പൊ രാജു വെച്ച് ഇതാ മീൻകറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മമ്മി വന്നപ്പോ രാജന് മീൻകറി വെച്ച് കൊടുത്തു. അപ്പൊ രാജു അയ്യോ ഇതായിരുന്നു മീൻകറി. അതാണ് റിയൽ കഴിച്ചത്. ഇങ്ങനെ നോക്കുന്നു. ഇല്ല, മമ്മി വന്നപ്പോഴല്ലേ ഫുൾ ഇൻഗ്രീഡിയൻസ്, കൊടംപുളി, എല്ലാ ഐറ്റംസ് ആയിട്ട് ഒരു കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് റിയൽ ഐറ്റം. അതിന്റെ കൂടെ നല്ല ചെണ്ടപ്പുറയും കപ്പയും കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാക്കും. ഇച്ചിരി വെളുത്തുള്ളി അച്ചാറും പിന്നെ ഇഞ്ചിയും. അങ്കിളെല്ലാം മേടിച്ചെടുത്തിട്ട് ഇങ്ങനെ. ഓക്കെ, അടുത്ത് പ്രൊഡ്യൂസർ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നേരിടേണ്ടി വന്നല്ലേ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരിക്കും ആസ് എ പ്രൊഡ്യൂസർ? ഒരു വൺ ഓഫ് ദ മെയിൻ ചാലഞ്ച് എന്താ? വൺ തിങ്. മെയിൽ ഈഗോ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പാട്. പലരും പല രീതിയിലുള്ള പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പലരുമാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. ഒന്നാമത് സ്ത്രീ, നേരത്തെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോ അഹങ്കാരിയാ, അല്ലെങ്കിൽ ഡീൽ ചെയ്യുമ്പോ ഇച്ചിരി അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആ, ഭയങ്കര ജാടയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുപോലെ ഇത് ചെയ്യണം എന്നോർത്ത് അവർ ഒരു മുഴം മുന്നേറിയും. അപ്പൊ ഇത് മാനേജ് ചെയ്യലൊരു ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര സ്ട്രെയിനാ, ഭയങ്കര എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ ഞാൻ അതാണ് ഞാൻ ഈ കൊറിയൻ ഡ്രാമയിലൊക്കെ അത് കഴിഞ്ഞ് അങ്ങ് കുറച്ച് നാളത്തേക്ക് ഞാൻ ആക്ച്വലി മൈൻഡ് ഔട്ട് ആയി പോകും. ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പല രീതിയിലുള്ള ആൾക്കാരല്ലേ കാണുന്നത്. ചിലരോട് വഴക്ക് പിടിക്കേണ്ടി വരും, ചിലരോട് പല രീതിയിൽ ആൾക്കാരെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും മാനേജ് ചെയ്യേണ്ടി വരും, പല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മളെ ചിലര് നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള വിഷമം നമുക്ക് വരും. ചിലര് നമ്മളെ വേറെ രീതിയിലാണല്ലോ നമ്മളെ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊന്നുമില്ല. കാശ് കുറച്ച് കിട്ടി തന്നാ മതി. വേറെ നടന്മാരും നടിമാരും ഒക്കെ ഇച്ചിരി കാശ് കുറച്ച് തന്നാൽ അവരെന്തെങ്കിലും ഈഗോ ആയിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. അവരുടെ ഈഗോ അവർക്ക് നമുക്ക് കാശ് കുറയ്ക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളെ ടോവിനെയൊക്കെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണ്. പിന്നെ അതൊക്കെ പുള്ളി കുറച്ചുകൂടെ നമുക്ക് റിലാക്സ് ആകാം എന്നുള്ളൊരു. പിന്നെ എന്തുകൊണ്ടെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ഷൂട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഈഗോ മാനേജ് ചെയ്യുക. എനിക്ക് ഭയങ്കര സ്ട്രെസ് അത് സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതിന്റെ അത് ആലോചിച്ചുള്ളൊരു ടെൻഷൻ അതല്ലേ. അല്ല, അത് കഴിഞ്ഞാലും ചിലരൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ അത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പേടിച്ചു പോകും. പേടിച്ചു പോകും. ചിലര് ഭയങ്കര അങ്ങനെയൊക്കെ ചെയ്യുമ്പം അതൊക്കെ എനിക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ്സും. ഓരോരുത്തരുടെ ഓരോ സിറ്റുവേഷനും കൂടെ വരുന്നതല്ലേ. ചില സമയത്ത് ചിലപ്പോൾ പ്രശ്നമായിട്ടായിരിക്കും അവര് സെറ്റ് വരുന്നത്. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ നമ്മളതൊരു ലൈറ്റായിട്ട് അങ്ങ് വിടാൻ പറ്റുമോ എന്ന് നോക്കുവാണ്, അതായിരിക്കും ഏറ്റവും നല്ലത്. മാക്സിമം അതെന്താ ആണുങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കുണ്ടായാൽ പോലും ആ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് തൊള കൈയിട്ട് പോവുകയും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവസരം ഇല്ല. കാര്യം ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് സോൾവ് ചെയ്യാന്നുള്ളത് അതിനേക്കാൾ വലിയ ടാസ്കാ. ഡിഫിക്കൽട്ടാ. കാര്യം നമുക്കൊരു വെള്ളമടി കമ്പനിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് എങ്ങനെ സോൾവ് ചെയ്യും? വർത്താനം പറഞ്ഞു തന്നെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ ഈ വർത്താനം പറഞ്ഞു വരുമ്പോ ഇത് അതിനേക്കാൾ കുളവായെന്നും വരും. അതാണ് അതിനകത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ശരി, ഓക്കെ. ആ ഒരു ഇൻസിഡന്റ് ലൈഫിൽ നിന്ന് എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു ഇൻസിഡന്റ് ഹാപ്പൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് വീണ്ടും ഓർക്കാൻ, അത് ചിലപ്പോൾ ഒരു ഫണ്ണി ഇൻസിഡന്റ് ആവാം.
അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയപ്പോൾ പറ്റിയൊരു അബദ്ധമാവാം. പക്ഷെ എന്നാലും ആ ദിവസം എങ്ങനെയോ രക്ഷപ്പെട്ടു അങ്ങനെ പറയേണ്ട ഒരു ഇൻസിഡന്റ് ആവാം. ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോയതാവാം, ഒരു പറ്റിയതാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു രസകരമായിട്ടാണെങ്കിൽ ഇൻസിഡന്റ് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ലല്ലേ? ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരു നാരോ എസ്കേപ്പ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു നാരോ രക്ഷപ്പെടില്ലല്ലേ? രക്ഷപ്പെടില്ല, എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെ എന്തെങ്കിലും ചെറുതാവാം, അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് ടൈം ആവാം, എപ്പോഴും ഉള്ളൂ ആവാം. എന്തായാലും രക്ഷപ്പെട്ടു. ഞങ്ങൾ പല പ്രാവശ്യം വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഓർക്കുമ്പോ രക്ഷപ്പെട്ടില്ല അല്ല, ആക്സിഡന്റ് നടക്കുന്നു. മതിയോ? വളരെ നല്ല പെർഫെക്റ്റ്. പിന്നെ നമ്മുടെ ലൈഫിലുണ്ടായ ഓരോ ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉള്ളതാണല്ലോ. ഞാൻ അതിനെ ഓപ്പർച്യൂണിറ്റി, അതൊക്കെ നടക്കേണ്ടതായിരുന്നു. അങ്ങനെ നടന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മുന്നിൽ വേറൊരു ഡോർ ഓപ്പൺ ആയി, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടി. ചിലത് മനസ്സിലാക്കാനും പറ്റിയത്. പിന്നെ എന്തെല്ലാം നമുക്ക് ഓരോ ലെസ് നമ്മള് ഇപ്പൊ ഞാൻ ഇന്നോ ഇന്നലെ എങ്ങാണ്ട് ഒരു ഇത് കഴിച്ച്, ഈ സ്ത്രീകൾ മെച്ചുവർ ആവുന്നത് ഏജ് കൊണ്ടല്ല, എക്സ്പീരിയൻസ് കൊണ്ടാ. അങ്ങനെ അപ്പം നമുക്ക് ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വന്നുകൊണ്ടേയിരിക്കണം. വന്നുകൊണ്ടിരുന്നാൽ അതൊക്കെയാണ് നമ്മളെ മെച്ചുവർ ആക്കുന്നത്. അങ്ങനെ വന്നുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് തിങ്ക് ചെയ്യാൻ, ഒരു ഗുഡ് തിങ്കർ ആകാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അല്ല, തിങ്കർ എന്നുള്ള എന്റെ അപ്പുറത്ത് നമ്മൾ കുറച്ചും കൂടെ ലൈഫിനെ കുറച്ചുകൂടി ഈസി ആയിട്ട് കാണാൻ തുടങ്ങും. ഇത് ഇത്രേ ഉള്ളൂ, എന്ത് വലിയ പ്രശ്നം വന്നാലും ഇത്രേ ഉള്ളൂ, ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് വലിയ പ്രശ്നം വന്നാലും ഞാനതിനെ ഫേസ് ചെയ്യും. ഞാൻ കരയും, ഞാൻ വിഷമിക്കും. 2 ദിവസത്തേക്കേ ഉള്ളതേ ഉള്ളൂ. മൂന്നാമത്തെ ദിവസം എനിക്ക് ഒരു കുഴപ്പമില്ല. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേക്കും. അത് പറ്റുന്നുണ്ടല്ലോ. അത് ആക്ച്വലി ഇവർക്കും അറിയാം. ഞാൻ ആ കരയുന്നതും ആ ബഹളം വെക്കുന്നതും ഇതല്ലേ ഉള്ളൂ, അപ്പോഴേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യും. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി കറങ്ങി അടിച്ചു പൊളിച്ച് ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു റീവിസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്ഥലം, നിങ്ങൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങളാവാം. ഇപ്പോഴും ഒന്നും കൂടെ ചിലയിടത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെയും പോകാൻ ഒരു താല്പര്യം കാണത്തില്ല. വിൽ ഫീൽ ബോർഡ് അഗെയിൻ ടു ഗോ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ്. ഞങ്ങൾ കാലിഫോർണിയയിലും പോയി ടേക്ക് അല്ലേ? എല്ലാരും കൂടെ കാലിഫോർണിയയിലെങ്കിലും പോയിട്ട്. കാലിഫോർണിയ പോയില്ല. പണ്ടത്തെ നമ്മുടെ ഒരുപാട് ട്രിപ്പ്, അതൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യായിരുന്നു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. അപ്പൊ എപ്പോഴും ഇങ്ങനെ വണ്ടിക്കകത്തൊരു പെട്ടിയൊക്കെ വെച്ച് പെട്ടെന്നായിരിക്കും ചിലപ്പോ പള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ പോയിട്ടുണ്ട്, നേരെ മൂന്നാർക്ക് പോവും. അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. അതൊക്കെ ഭയങ്കര നല്ല മെമ്മറീസ് ആയിരുന്നു. അതെ, അതുകൊണ്ടാണ് ഞങ്ങള് പിള്ളേരെയും കൊണ്ട് എപ്പോഴും ട്രാവൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള നമ്മൾ ഓഫീസിൽ നിന്നും പോയിട്ടുണ്ട്. നല്ല ട്രിപ്പായിരുന്നു. വയനാട് ട്രിപ്പ്. ഞങ്ങൾ ഓഫീസിൽ എല്ലാരെയും കൂട്ടി ഒരു ട്രിപ്പ് പോയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. വയനാട് ഊട്ടി ഒരു ടെമ്പോ ട്രാവലറിൽ ഞങ്ങൾ എല്ലാരും കൂടെ പോയി. നല്ല ഹിൽ ഏരിയയും കൂടെ. അങ്ങനെ ഞങ്ങള് ആരും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ്. ഞങ്ങള് ചുമ്മാ ഒരു ചെറിയ വഴി കണ്ടപ്പോ ആ വഴി കയറി 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 ഉള്ളിലോട്ട് ഞങ്ങള് ആരൊക്കെയായിരുന്നു? 4-5 പേര് അല്ലേ? എന്നിട്ട് ഇത് ഉള്ളിൽ കൂടെ കയറി കയറി കൊറേ അങ്ങ് അകത്ത് പോയി. പിന്നെ അങ്ങ് കാട് പോലായി. മനുഷ്യരാരുമില്ല, ഒന്നുമില്ല, ഒരു അനക്കവും ഇല്ല. അങ്ങനെ കൊറേ നടന്ന് ചെല്ലുമ്പോ വലിയ പാറ കണ്ടു. ആ പാറയുടെ വെള്ളച്ചാട്ടം, പാറയുടെ ഇടവഴി ഭയങ്കര ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് ആശ്രയിച്ചിരിക്കും. താഴെ തലയോട്ടി കിടക്കുന്നേ. റിയൽ ആയിട്ട് കണ്ടു നിങ്ങൾ? മമ്മിയും പപ്പയൊന്നും വന്നില്ല. അതാണ് ഇവർക്ക് മറക്കാത്ത ഓർമ്മകൾ. അതാ ഞങ്ങളില്ലാത്ത കാരണം. അതാ
മടക്കമല്ല ഞങ്ങൾ അല്ല, ഞാനത് ഇവര് പറഞ്ഞു കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുകയാണ് പറയാനായിട്ട്. വഴികളിലൂടെ കയറിപ്പോയി. അത് അതിന്റെ നമ്മൾ നോക്കിയോ? ഇല്ല, ഞങ്ങള് പേടിച്ചോടി അത് കണ്ടപ്പോ തന്നെ. പക്ഷെ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര രസമായിരുന്നു കാണാൻ. അത് കഴിഞ്ഞ് താഴെ അതെങ്ങനെയാന്ന് അറിയാം, നമുക്ക് കടക്കാനൊക്കെ വലിയ പാടാവും. രണ്ട് വലിയ പാറയാ, ആ പാറയുടെ ഇടവഴിയാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോ പാറയുടെ താഴെ തലയൂട്ടി കിടക്കുന്നു. ഓഹോ, എന്റെ അമ്മേ. സ്കള്ള്. അത് മനുഷ്യന്റെ ആണോ അതോ ഇറ്റ് ഈസ് എ സ്കെയറി തിങ്. അത് മനുഷ്യന്റെ ആണോ കുരങ്ങിന്റെ ആണോ എന്നറിയില്ല. മൃഗങ്ങളുടെ വല്ല ആയിരിക്കാം. ആയിരിക്കും, വേറെ എന്തെങ്കിലും. ഓക്കെ, പിള്ളേർ സെറ്റ്. പിള്ളേർ സെറ്റ് സംഘം കുറിച്ചു. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഗെയിമാണേ. ഗെയിം ഇവരാണ് ഇവിടെ അന്നേരം ഇവിടെ വരാൻ കുഴപ്പമില്ല. അതായത് ഇവിടെ ഇരിക്കുന്ന ആന്റി ആണെങ്കിലും അപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു സാധനം ആക്ട് ചെയ്ത് കാണിക്കും. അപ്പൊ നിങ്ങൾ അത് എന്താന്ന് പറയണം. റെഡി? കാണിക്കട്ടെ എന്താ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞില്ല, ആദ്യം സാൻഡ്രയാണ് കാണിക്കേണ്ടത്. നിങ്ങൾ റെഡിയാണോ? ഇവിടെ നിൽക്കണേ. ഓക്കെ, നോക്കട്ടെ എന്താണ്. ശരി പറഞ്ഞത് പിള്ളേരോട് പറയണ്ട, എന്നോട്. ഓക്കെ ഓക്കെ, ഇരുന്ന് കാണിച്ചാൽ മതി. നിങ്ങൾക്കും പറയാം. പിള്ളേർ ഇരുന്നോ, നിങ്ങൾ നിങ്ങൾ അവിടെ താഴെ ഇരിക്കുക. ഓക്കെ, ഇതാ ആന്റി കാണിക്കാൻ പോകും. കൈ പൊക്കിയാ മതി, അറിയാവുന്ന ഒരു കൈ പൊക്കിയാ മതി. ഒരു വലിയ ഉണ്ടുപേരി. അതെങ്ങനെ വിളിച്ചു? എന്റെ പിള്ളേരാ. കുറച്ചുകൂടെ പാടുള്ള സബ്ജക്ട്സ് കൊണ്ടുവരാൻ വേണ്ടി ക്രിസ്മസിന് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഇനി അങ്കിളാണേ. ഓക്കെ, മനസ്സിലായി? എനിക്ക് ആക്ടിങ് തീരെ വശമില്ലാത്തതാണ്. അത് ശരിയാ, അത് കറക്റ്റാ. എന്തോ എനിക്കൊന്നും മനസ്സിലായില്ലേ. ഓവർ ആക്ടിങ് മാത്രമേ അറിയുള്ളൂ. ഇതിനിപ്പോ എല്ലാം പറഞ്ഞു കൊടുക്കണോ? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ നമ്മളിങ്ങനെ അയക്കുന്ന സാധനം. ഓക്കെ, റെഡി? നിങ്ങൾക്കും പറയാം, എല്ലാവർക്കും പറയാം. സാൻഡ്രയ്ക്കും എല്ലാവർക്കും പറയാം. പിന്നെ പിള്ളേർക്കും എല്ലാവർക്കും പറയാം. ഈസി അല്ലേ? പപ്പയൊക്കെ എത്ര അങ്കിളൊക്കെ എത്ര പ്രാവശ്യം പട്ടം സാന്റാ ക്ലോസിന്റെ ലെറ്റർ അല്ല, ആണോ? ലെറ്റർ സാന്റാ ലെറ്ററുമായിട്ട് അതിന് ബന്ധമുണ്ട്. ലെറ്ററുമായിട്ട് അതിന് ബന്ധമുണ്ട്. ക്രിസ്മസ് കാർഡ്. ഞാൻ പറയില്ല, എനിക്ക് അഭിനയം പോരാ. അല്ല, കണ്ടുപിടിച്ചു. വിത്തിൻ 1 മിനിറ്റ് ആന്റി കണ്ടുപിടിച്ചു. പിന്നെ അല്ല, ആ മുഖം കാണുമ്പോ അറിയാം. എനിക്ക് പണി വരുന്നുണ്ട്. അവറാച്ചാ എളുപ്പമാണ്. ഓക്കെ, മമ്മിക്ക് മനസ്സിലായി, വളരെ എളുപ്പമാ. പിന്നെ അതിന് ഇങ്ങനെ അത് ഇങ്ങനെ പിടി പറയരുത്. ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കാറ്റിലാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അതല്ലേ ഇവരൊക്കെ പള്ളിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാറ്. ഇല്ല, മമ്മി പറഞ്ഞു കഴിഞ്ഞ സാധനത്തിന്റെ പേര് മമ്മി പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ സാധനം കുത്തി വെക്കുന്നത് കത്തിക്കും. മമ്മി തീപ്പെട്ടി കുറച്ച് കത്തിച്ചു കഴിഞ്ഞത്. പിന്നെ നമ്മൾ പറയുന്നത് എന്താ കുഴപ്പം? ഓക്കെ, ഇനി അടുത്തത് ഞാനാണ് ഈസി. പക്ഷെ പറഞ്ഞു കഴിഞ്ഞില്ലേ? പറഞ്ഞു കഴിഞ്ഞു. അതെനിക്ക് തോന്നുന്നു പപ്പ കേട്ടെന്ന് തോന്നുന്നു. ഇല്ല, കേട്ടില്ല. ഇനി വളരെ ഈസി ആയിട്ടുള്ളവരാണ്. നിങ്ങൾ കേട്ടാണോ? കേട്ടാണേ.
ആന്റി കേൾക്കരുത് കേട്ടോ, ഇത് വേറെ കാര്യം ഡിസ്റ്റർബ് ആയിരിക്കും. ഓക്കെ, ഇതാണ് വളരെ ഈസി. ഭയങ്കര ഈസി. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ്. ഭയങ്കര ഈസി. കാലങ്ങൾ കാത്തിരുന്നൊരു ദിവ്യ നക്ഷത്രം മൂത്ത മണ്ണിന്റെ ഇരുളിൽ ഓക്കെ 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 ലാസ്റ്റ് വൺ. ഓക്കെ കിഡ്സിന് ഗസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കും പറയാമേ. ഒന്ന്, ഒരു ഫുൾ കുക്കി ചിക്കൻ ഫ്രൈ. കാൻഡി ക്രിസ്മസ് കാൻഡി. വാവ്, കറക്റ്റ്. അത് കിടിലൻ ആക്ടിങ് കേട്ടോ. യു ക്യാൻ ബി ആൻ ആക്ടർ. ഓക്കെ ഓക്കെ, ബാബാ ഓനോട് ചോദിച്ചാ ഇവർക്ക് അറിയാവുന്ന ചോദിക്കാൻ. അല്ല, ഇംഗ്ലീഷിൽ ചോദിച്ചാ മതി. പാട്ട് പാട്ട്. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ. Stars. It's a song. ഓ, കറക്റ്റ്. You also said. You will also get it. Okay, you both will get it. ഇവർക്ക് മലയാളം മനസ്സിലാകുന്നില്ല. Next for you. Okay. And now you. Okay, next. തങ്കം കുളിച്ചോയിരിക്കെ. Hi, hello. Hi. Santa Claus. Bell. Correct. Christmas bell. Correct. Next you. Come. 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 Go. Giselle, go. Come. 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 Give me hand. Come. Ba. Boy, para. Bada. Chale. Okay, go. ചെല്ല. No. Giselle. Okay. Smile. Okay. Okay, sure. Correct. Hey. Okay. എന്തായാലും അടി ഉണ്ടാകാതെ രക്ഷപ്പെട്ടില്ലേ? പെട്ടെന്ന് കാണിച്ചു. പോജമ്മ പെട്ടെന്ന് ഓജാമയ്ക്ക് കറക്റ്റ് കാണിക്കാൻ അറിയാം. പോജമ്മ പെട്ടെന്ന് കാണിച്ചു. വേറെ ഉണ്ടാക്കട്ടെ. പാട്ട് പാടുന്നു. ഓക്കെ, അല്ല, Santa Claus. മനസ്സിലായോ? ഉണ്ടാക്കുന്നുണ്ടോ? റിലേറ്റഡ് ടു ദാറ്റ്. കം ഓൺ. കേക്ക് ഉണ്ടാക്കണം. കറക്റ്റ്, ക്രിസ്മസ് കേക്ക്. ഓ, എടാ കറക്റ്റ്. അടിപൊളി. Now Tangam. ഓക്കെ ഓക്കെ. അതിനെ കൊണ്ട് പറ്റുന്ന രീതി. ക്രിസ്മസ് പാപ്പയാണോ? സാന്റാക്ലോസ് വന്നു. സാന്താക്ലോസ് വന്നു. എന്നിട്ട് സാന്റാക്ലോസിന്റെ കയ്യിൽ നിന്ന് എന്തോ എടുക്കും. ഗിഫ്റ്റ്. കറക്റ്റ്. What? You know everything. എന്തായിരുന്നു? Okay. മതി ഇനി തീർന്നു. അതെ, മതി. എല്ലാരും ആയി മതി. കറക്റ്റ്. രണ്ടുപേരും പറഞ്ഞു. You also said. You both said, right? Okay. ഇവിടെ. Act like you. Correct. അതെ, കറക്റ്റ്. കൈ ഇവിടെ ഇരുന്നുണ്ട്. കറക്റ്റ്. You thought the കൈ is there. No. അതെ, ഇവിടെ അല്ലേ? Correct. You did it. Okay. Done. Okay. മതി കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ. ഓക്കെ, അടുത്ത സെക്ഷൻ
അടുത്ത സെക്ഷൻ ആ ഓക്കെ ആ വി ബോത്ത് ഓക്കെ ഓക്കെ തങ്കക്കോടോ ഡ്രീം ക്യാച്ചർ രണ്ടുപേരും കൂടെ കാണിക്കും ഓക്കെ ഡ്രീം ഇസ് കറക്റ്റ് നെക്സ്റ്റ് വേർഡ് ഇങ്ങനെ പിടിക്കുന്നു ഒരാളെ പിടിക്കുന്നു ഓ യു കിഡ്സ് ആർ വെരി ബ്രില്യന്റ് കൊച്ചു കൊച്ചു അമേസിംഗ് ഇനി എന്താ പോലെ മതി 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 ബാക്കി മതി ആ ഇനി മതി 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 ആ. ഇത് കഴിഞ്ഞുണ്ട് ഇവിടെ വന്നിരിക്കുക ഇവിടെ ഉണ്ട് കം സിറ്റ് കം സിറ്റ് കം സിറ്റ് ഓക്കെ ഓക്കെ അടുത്ത് അടുത്ത അടുത്ത എവിടെ ഇരിക്കുക വേറെ 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 അവിടെ ഇരിക്കുക ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ